സഹസ്ര കോടികൾ വായ്പയെടുത്ത് രാജ്യം വിട്ടവർ ശരിക്കും എത്ര രൂപയാണ് ബാങ്കുകൾക്ക് നൽകാനുള്ളത്? വിജയ് മല്യ മുതൽ നീരവ് മോദി വരെയുള്ള 15 പേർ ചേർന്ന 58,082 കോടി രൂപയാണ് നൽകാനുള്ളത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്ന ഉത്തരം. ഇതിൽ 26,645 കോടി രൂപ മുതലും 31,437 കോടി രൂപ പലിശയുമാണ്. പാർലമെന്റിനെ അറിയിച്ച രേഖകൾ അനുസരിച്ച് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് 1/3 മാത്രമാണ്. കിട്ടാനുള്ളതിൽ 19,000 കോടി രൂപയാണ് ഈ കാലത്തിനിടയ്ക്ക് തിരികെ പിടിച്ചത്. പാവങ്ങളെ വീട് പൂട്ടി പെരുവഴിയിലാക്കുന്ന ബാങ്കുകൾ ഈ വമ്പന്മാരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നാണ് ആരോപണം. രാജ്യം വിട്ട വമ്പന്മാർ ഓരോരുത്തരും എത്ര കോടി നൽകാനുണ്ട്? ഇതാ സത്യം പറയട്ടെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഏറ്റവും അധികം പണം കിട്ടാനുള്ളത്. 22,067 കോടി 99 ലക്ഷം രൂപയാണ് SBIക്ക് ഈ 15 പേരിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നത്. അതിൽ 11,412 കോടി 24 ലക്ഷം രൂപ തിരികെ പിടിച്ചു. മടക്കി കിട്ടിയത് ഏകദേശം പകുതി മാത്രം തുകയാണ്. അത്ര തന്നെ ഇപ്പോഴും കിട്ടാൻ കിടക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിന് 10,928 കോടി രൂപ കിട്ടാനുണ്ട്. ഈടാക്കാൻ കഴിഞ്ഞതോ 1,619 കോടി രൂപ മാത്രവും. 10% മുകളിൽ മാത്രമാണ് ഈടാക്കാൻ കഴിഞ്ഞത്. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കിട്ടാനുണ്ടായിരുന്നത് 5,589 കോടി രൂപ. കിട്ടിയത് 1,450 കോടി. യൂണിയൻ ബാങ്കിന് കിട്ടേണ്ടത് 4,951 കോടി രൂപ. തിരിച്ചു പിടിച്ചത് 1,316 കോടി രൂപ മാത്രം. ഇന്ത്യൻ ബാങ്കിന് 3,062 കോടി കിട്ടാനുള്ളപ്പോൾ ഈടാക്കിയത് 453 കോടി മാത്രവും. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് കിട്ടാനുള്ളത് 3,050 കോടി രൂപയാണ്. കിട്ടിയതോ 1,167 കോടി രൂപ മാത്രവും. കാനറ ബാങ്ക് വായ്പയായി കൊടുത്തത് 2,435 കോടി. കിട്ടിയതാകട്ടെ വെറും 47 കോടി രൂപയും. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് 2,219 കോടി കിട്ടാനുള്ളപ്പോൾ തിരികെ പിടിക്കാൻ കഴിഞ്ഞത് 581 കോടി രൂപ മാത്രമാണ്. സാധാരണക്കാർക്ക് കൊടുക്കുന്ന വായ്പയിൽ നിന്ന് പലിശയും കൂട്ടുപലിശയും പിഴയും വരെ ഈടാക്കുന്ന ബാങ്കുകൾക്ക് ഈ വമ്പന്മാരിൽ നിന്ന് ഈടാക്കാൻ കഴിഞ്ഞ തുകയാണ് കണ്ടത്. SBI മാത്രമാണ് കിട്ടാനുള്ളതിന്റെ പകുതിയെങ്കിലും തിരികെ പിടിച്ചത്. അപ്പോഴും 11,000 കോടി രൂപ കിട്ടാൻ ബാക്കിയുണ്ട്. ഇന്ത്യയുടെ ബാങ്കിംഗ് രംഗത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയത് ഈ വമ്പന്മാരാണെന്ന് പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്നത് വിജയ് മല്യയ്ക്ക് തന്നെയാണ്. 26,973 കോടി രൂപയാണ് വിജയ് മല്യ നൽകാനുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 വരെ മല്യയിൽ നിന്ന് 15,094 കോടി ഈടാക്കി. ഇനിയും വിജയ് മല്യ മാത്രം 11,000 കോടിയിലധികം തുക അടയ്ക്കാനുണ്ട്. സ്റ്റെർലിംഗ് ഗ്രൂപ്പ് 18,329 കോടി രൂപയാണ് അടയ്ക്കാനുള്ളത്. ഈടാക്കാൻ കഴിഞ്ഞത് 3,147 കോടി രൂപ മാത്രമാണ്. 9,664 കോടി രൂപയാണ് നീരവ് മോദിയുടെ ബാധ്യത. തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് വെറും 671 കോടി രൂപ. രാമാനുജം ശേഷരത്നവും സുദർശൻ വെങ്കട്ടരാമനും ചേർന്ന് അടയ്ക്കാനുള്ളത് 2,568 കോടി രൂപയാണ്. സൈലോഗ് സിസ്റ്റംസ് എന്ന കമ്പനിയുടെ പേരിലാണ് ഇരുവരും വായ്പ എടുത്തത്. ഇവരിൽ നിന്ന് തിരികെ കിട്ടിയത് 262 കോടി രൂപ മാത്രമാണ്. സ്റ്റെർലിംഗ് ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കാൻ കഴിഞ്ഞത് കിട്ടേണ്ട തുകയുടെ 17% മാത്രമാണ്. നീരവ് മോദിയിൽ നിന്ന് ലഭിച്ചത് 7%. ഇല്ലാത്ത ആസ്തി ഈടായി വാങ്ങിയാണ് വായ്പ കൊടുത്തത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ആയിരക്കണക്കിന് കോടി രൂപ ഒരു മാനദണ്ഡവുമില്ലാതെ വിതരണം ചെയ്തതിലൂടെ ഉണ്ടായ നഷ്ടമാണിത്. നീരവ് മോദിയൊക്കെ ബാങ്കുകളെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിക്കുകയായിരുന്നു. വായ്പ കൊടുക്കും മുൻപ് ശരിയായ രീതിയിലുള്ള പരിശോധനകൾ നടക്കാത്തതാണ് ഇത്ര വലിയ തട്ടിപ്പിന് കാരണമാകുന്നത്. സ്റ്റെർലിംഗ് ഗ്രൂപ്പ് SBIക്ക് നൽകാനുള്ളത് 3,259 കോടി രൂപയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത് 3,063 കോടി. ഇന്ത്യൻ ബാങ്കിന് 2,867 കോടി. ഇത്രയേറെ പൊതുമേഖലാ ബാങ്കുകൾ തട്ടിപ്പുകാർക്ക് എങ്ങനെ വായ്പ നൽകുന്നുവെന്നാണ് ചോദ്യം. വിജയ് മല്യ SBIക്ക് നൽകാനുള്ളത് 18,808 കോടി രൂപ. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 2,122 കോടി. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 1,836 കോടി രൂപ. നീരവ് മോദി ഏറ്റവും വഞ്ചിച്ചിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെയാണ്. 7,422 കോടി രൂപയാണ് PNBക്ക് മോദി നൽകേണ്ടത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും നീരവ് മോദിക്ക് വായ്പയുണ്ട്. ഫയർ സ്റ്റാർ എന്ന കമ്പനി വഴിയും രത്നവ്യാപാരത്തിനും എന്ന പേരിലാണ് നീരവ് മോദി വായ്പയെല്ലാം സ്വന്തമാക്കിയത്.
സ്റ്റെർലിംഗ് ഗ്രൂപ്പ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് കൂടുതൽ നൽകാനുള്ളത്. 1392 കോടി രൂപ. SBIക്ക് 982 കോടി രൂപയും കടപ്പെട്ടിരിക്കുന്നു. ഈ 15 പേരിൽ നിന്ന് മാത്രമായി ഇനിയും തിരികെ പിടിക്കാനുള്ള തുക 38,895 കോടി രൂപയാണ്. ഇവ ഇനി തിരികെ പിടിക്കാൻ മാർഗങ്ങളൊന്നുമില്ലെന്നാണ് ബാങ്കുകളുടെ നിലപാട്. ഇവരുടെ വിദേശത്തെ ആസ്തിയിൽ ഒന്നും ചെയ്യാൻ ബാങ്കുകൾക്ക് കഴിയില്ല. വിദേശത്ത് നിന്ന് ഇവരെ കൊണ്ടുവരാനും വഴിയില്ല. മെഹുൽ ചോക്സിയെ കഴിഞ്ഞ വർഷമാണ് ബെൽജിയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. CBIയും EDയും നൽകിയ അപേക്ഷയെ തുടർന്നായിരുന്നു അറസ്റ്റ്. നീരവ് മോദി സഹസ്ര കോടികൾ വെട്ടിച്ചതിലെ കൂട്ടുപ്രതിയാണ് ചോക്സി. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ആന്റിഗ്വയിലായിരുന്നു ചോക്സി അഭയം തേടിയിരുന്നത്. ലളിത് മോദി, നീരവ് മോദി, നിഷാൽ മോദി, ഹജ്ര ഇക്ബാൽ മേമൻ തുടങ്ങി നിരവധി പേരുണ്ട് ഇനിയും രാജ്യത്തെത്താതെ കഴിയുന്നവരായി. പ്രാഥമിക പാഠങ്ങൾ പോലും മറന്നുള്ള ബാങ്കിംഗ് ആണ് ഇവരുടെ കാര്യത്തിൽ നടന്നത്. വ്യാജമായ രേഖകളും വ്യാജമായ അവകാശവാദങ്ങളുമാണ് ഇവർ ബാങ്കുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇവരുടെ യഥാർത്ഥ ആസ്തിയുടെ കണക്കെടുക്കുന്നതിൽ ബാങ്കുകൾ പരാജയപ്പെടുകയും ചെയ്തു. അല്പമെങ്കിലും സാമാന്യ ബോധം ശേഷിച്ചിരുന്നെങ്കിൽ ഒരു ബാങ്കിനും അനുവദിക്കാൻ കഴിയാത്തത്ര തുകയാണ് ഇവർക്കെടുത്തു നൽകിയത്. ബാങ്കിംഗ് രംഗത്ത് എത്രമാത്രം അഴിമതി നടമാടുന്നു എന്നതിന്റെ കൂടി തെളിവാണ് ഈ ചതി. നഷ്ടപ്പെട്ടത് ബാങ്കുകളുടെ പണമല്ല, ഈ രാജ്യത്തിന്റെ പണമാണ്. അത് നഷ്ടപ്പെടാൻ കൂട്ടുനിന്നവരും ഈ കേസിൽ കൂട്ടുപ്രതികളാകണം. നമസ്കാരം.